ഹൃദയധമനികളിൽ തടസ്സം മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു സൂക്ഷ്മ ഉപകരണമാണ് സ്റ്റെന്റുകൾ. ലോഹം കൊണ്ടുള്ള വലയുടെ രൂപത്തിലുള്ള ഇവ ധമനികളിൽ കടത്തിവിട്ടാണ് ധമനികളിലെ തടസ്സം മാറ്റുന്നത്. 1,98,800 രൂപ വരെയാണ് ഇവയുടെ വില. സാധാരണക്കാർക്ക് തികച്ചും അപ്രാപ്യമായ സ്റ്റെന്റുകൾ പ്രതിവർഷം 5 ലക്ഷത്തിലധികമാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞയാഴ്ചയാണ് ഇവയെ ദേശീയ മരുന്ന് വില നിയന്ത്രണ അതോറിറ്റി അവശ്യ മരുന്നുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ഉത്തരവിറക്കിയത്. ആശുപത്രികളുടെ കൈവശമുള്ള പഴയ സ്റ്റോക്കുകൾക്കും 29,600 രൂപയിലധികം ഈടാക്കരുതെന്നും അതോറിറ്റി ഉത്തരവിൽ പറയുന്നു. കേന്ദ്ര സർക്കാർ സ്റ്റെന്റുകൾക്ക് വില കുറച്ച ശേഷം സ്വകാര്യ ആശുപത്രികൾ എന്ത് വിലയാണ് ഈടാക്കുന്നതെന്ന് അറിയാനാണ് ഞങ്ങൾ പട്ടാമ്പിയിലെ ഈ സ്വകാര്യ ആശുപത്രിയിൽ. ഇത് പട്ടാമ്പി സേവന ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മേഴത്തൂർ സ്വദേശി വിനോദ്. നിർമ്മാണ തൊഴിലാളിയായ വിനോദിൽ സ്റ്റെന്റ് ഘടിപ്പിച്ചത് വില നിയന്ത്രണ അതോറിറ്റിയുടെ ഉത്തരവ് വന്ന ശേഷമാണ്. വിലയായി ഈടാക്കിയത് 90,000 രൂപ. വില കുറച്ച വാർത്തയുടെ പത്രക്കട്ടിംഗ് ആശുപത്രി അധികൃതരെ കാണിച്ചപ്പോൾ 5,000 രൂപ കുറച്ചു നൽകി. 15-ാം തീയതി വന്ന ചൊവ്വാഴ്ചത്തെ പത്രത്തിൽ നമ്മൾ കൊണ്ട് കാണിച്ചു കൊടുത്ത് ആ റിപ്പോർട്ട് കാണിച്ചു കൊടുത്ത വൈകി പറഞ്ഞാൽ അത് പ്രാബല്യത്തിലായിട്ടില്ല, പൈസ കുറച്ച് തരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ MD-നെ കണ്ട് നമുക്ക് 5,000 രൂപ 90 എന്നുള്ള 85 ആക്കി തന്നിട്ടുണ്ട്. വിനോദിന്റെ അതേ നാട്ടുകാരനായ വേലായുധൻ ദലിത് കുടുംബാംഗമാണ്. സ്റ്റെന്റ് ഘടിപ്പിച്ചതിന്റെ കടം തീർക്കാൻ വേലായുധന്റെ ഭാര്യ തൊഴിലുറപ്പ് പണിക്ക് പോകുന്നു. സാധാരണക്കാർക്ക് സ്റ്റെന്റ് അപ്രാപ്യമാവുന്നത് തടയാൻ സർക്കാർ സ്വീകരിച്ച നടപടി സ്വകാര്യ ആശുപത്രികൾ അട്ടിമറിക്കുന്നതിന്റെ നഗ്നമായ തെളിവുകളാണ് ഇത്. ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂരിനൊപ്പം SA അജിംസ്, മീഡിയ 1.